എല്ലാവർക്കും നമസ്കാരം. മൈൻസ്റ്റാറിലേക്ക് സ്വാഗതം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണ് നോക്കുക. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ഉള്ളത് വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. മെയ് 2024 ഉത്രാടം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് നോക്കാം. Nine of Swords, Justice, Ten of Swords, Four of Cups, King of Swords, Page of Cups, Nine of Wands, Justice Energy. ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി അവസരങ്ങൾ ജീവിതത്തിൽ ഇത് വന്നിട്ടുണ്ട്. ഈ അവസരങ്ങളൊക്കെയും നിങ്ങൾ പാഴാക്കി കളഞ്ഞിട്ടുമുണ്ട് എങ്കിൽ ഇപ്പോ നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരം വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി അധികം അവസരങ്ങൾ ജീവിതത്തിൽ കിട്ടാൻ സാധ്യതകൾ കുറവാണ്. അപ്പോൾ ഈ അവസരമെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും വരുന്നുണ്ട്. കാരണം എപ്പോഴും എളുപ്പമായിട്ട് എപ്പോഴും ജീവിതത്തിൽ പെട്ടെന്ന് ലഭിക്കുന്ന ഒന്നല്ല അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഈ അവസരം നല്ല രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നേറാനായിട്ട് സാധിക്കും. വിജയ സാധ്യതകൾ ഒത്തിരി ഉള്ളൊരു മാസമാണ് ഈ ഒരു സമയത്ത്. എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളെയും ചാലഞ്ചസിനെയും അതിജീവിച്ച് നിങ്ങളുടെ എതിരാളികളെ തറ പറ്റിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതം പുതിയൊരു തുടക്കമാണ്. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പോസിറ്റിവിറ്റി നിറയ്ക്കേണ്ടുന്ന അനിവാര്യതയുണ്ട്. അപ്പോ ആദ്യം തന്നെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം മഹാവിഷ്ണുവിനെ ആരാധിക്കുക. മഹാവിഷ്ണുവിനെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ തന്നെ വാമനൻ രൂപത്തില് അല്ലെങ്കിൽ വാമനന്റേതായിട്ടുള്ള അല്ലെങ്കിൽ മോഹിനി രൂപത്തിലുള്ള എനർജിയാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ മോഹിനി രൂപത്തിലുള്ള മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ പറ്റുമെങ്കിൽ സന്ദർശിക്കുക. കാരണം മോഹിനി രൂപത്തിൽ എന്ന് എടുത്തു പറയാൻ കാര്യം നമുക്കറിയാവുന്നതാണ്. ശത്രുക്കളെ അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദേവന്മാരായില്ലെങ്കിൽ മഹാവിഷ്ണു ആണെങ്കിൽ കൂടിയും ഒരു ചതിയിലൂടെയാണ് വേറെ വഴിയില്ലാത്തത് കൊണ്ട് നീചശക്തികൾ എന്ന് നമ്മൾ ഇപ്പൊ അസുരന്മാരെന്ന് പറയുമ്പോൾ ആ രീതിയിലാണ് പറയുന്നതെങ്കിലും നെഗറ്റീവ് എനർജീസിനെ ഉന്മൂലനം ചെയ്യാനായിട്ട് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ചതിവാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ ചതിവ് ചെയ്യണം എന്നുള്ളതല്ല, ഒരു ചെറിയ സത്യം തുറന്നു പറയാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ പുരാണങ്ങളിൽ പലയിടത്തും പറഞ്ഞിരിക്കുന്ന പോലെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക, മറ്റുള്ളവർക്ക് മുതലെടുക്കാൻ നിന്നുകൊടുക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്യേണ്ടത് അനിവാര്യം. കാരണം ജസ്റ്റിസ് എനർജിയാണ്. നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കീഴ്പ്പെട്ട് നിൽക്കുകയോ മുതലെടുക്കാൻ നിന്നുകൊടുക്കുകയോ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഈ മെയ് മാസം ഒരു പിടിവള്ളിയാണ്. നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെ ഒരു പിടിവള്ളി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതിനു മുമ്പുള്ളത് പലത് നിങ്ങൾ നശിപ്പിച്ചെങ്കിൽ ഈ ഒരു അവസരമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു പിടിവള്ളി വിട്ടുകളയാതിരിക്കുക എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. അപ്പോൾ കുറച്ചൊക്കെ ഒരു കള്ളത്തരം അല്ലെങ്കിൽ കുറച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിലല്ലാതെ ചെറിയ കള്ളത്തരത്തിലൂടെയൊക്കെ മുന്നോട്ടേക്ക് പോകാൻ അല്ലെങ്കിൽ ചെറിയൊരു മറ്റുള്ളവർക്ക് നമ്മളെ ദ്രോഹം ചെയ്യാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം. പിന്നെ ഉൾഭയം ഒഴിവാക്കുക. അനാവശ്യമായിട്ടുള്ള ഭയമാണ്. എന്തിനും ഏതിനും ഒക്കെ ഭയമാണ് ഉള്ളിൽ. പുറത്ത് വീരശൂര പരാക്രമിയായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഉള്ളില് ഭയമാണ്, അനാവശ്യമായിട്ടുള്ള ഭയം. മഹാവിഷ്ണുവിനെ തന്നെയാണ് വീണ്ടും മഹാവിഷ്ണുവിന്റെ നരസിംഹ രൂപത്തില് ആരാധിക്കുക. സിംഹമാണ്, ഒന്നിനെയും ഭയക്കാത്ത ആ ഒരു രൂപത്തെയാണ് ആരാധിക്കുക. അപ്പോ ആ ഒരു രൂപത്തില് ഉഗ്രം വീരം മഹാവിഷ്ണു എന്ന് തുടങ്ങുന്ന നരസിംഹ മന്ത്രം ജപിക്കുക. ദിവസവും ചെയ്യാവുന്നതാണ്. 27 തവണ ആ ഒരു മന്ത്രം ജപിക്കുക. അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ടാവാം എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ആ ഒരു ഉൾഭയം മനസ്സിൽ നിന്ന് അകലുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ 10 of Swords and 4 of Cups എനർജിയാണ്.
ജീവിതം മടുത്തു എന്നൊക്കെ ഉള്ളൊരു തോന്നലുകളൊക്കെ പല സാഹചര്യത്തിലും ജീവിതത്തിൽ വരുന്ന സമയമാണ് ഈ ഒരു മാസം. പക്ഷെ അതോടൊപ്പം തന്നെ അവസരങ്ങളും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു തോന്നലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നല്ലതാണ്. പല കാര്യങ്ങളുടെയും പര്യവസാനം കൂടിയിട്ടാണ്. എൻഡ് ഓഫ് സഫറിങ്സ് ആണ്, അതായത് നിങ്ങളുടെ ജീവിതത്തിലുള്ള പല തരത്തിലുള്ള ഭാരങ്ങളും ഒഴിക്കാൻ പറ്റുന്ന സമയമാണ്. അതേപോലെ പല ഉത്തരവാദിത്തങ്ങളും നിങ്ങളിൽ നിന്ന് അകലുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു വിരക്തിയൊക്കെ മാറും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഒരു പ്രണയം സാധ്യമാകുന്ന സമയമാണ്. അതേപോലെ ഒരു വിവാഹ ജീവിതം നിങ്ങളെ തേടി വരുന്ന ഒരു പ്രണയമാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇതൊരു പ്രണയ വിവാഹമാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഇങ്ങോട്ടേക്ക് വന്ന് നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ പല കാര്യത്തിലും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെ വ്യക്തിത്വവും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് വരുന്ന ഒരു വ്യക്തിയാണ്. മുൻധാരണയോടെ നിങ്ങളെ സമീപിക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും നിങ്ങളെ പഠിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു പ്രപ്പോസൽ വരുന്നുണ്ട്. അപ്പോൾ വിവാഹത്തിനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ളവരെ, വിവാഹം ഒത്തിരി നാളെ ശ്രമിച്ചിട്ട് നടക്കാതിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യം സന്നിധമാകുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജീസ്, നേരത്തെ പറഞ്ഞ പോലെ നരസിംഹ മന്ത്രം ജപിക്കുക, അതും വളരെയധികം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു മാസത്തെ ഒരു സാഹചര്യം, ഒരു സങ്കല്പം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പറ്റുമെങ്കിൽ കാളഹസ്തിയിൽ പോവുക. ഈ ഒരു മാസം പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു മാസം സങ്കല്പമെങ്കിലും വയ്ക്കുക. മനസ്സിൽ കാളഹസ്തിയിൽ പോകുന്നതായിരിക്കും, സന്ദർശിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സങ്കല്പം വയ്ക്കുക. ഈ വർഷത്തിൽ പോകും എന്നുള്ള രീതിയിൽ. അപ്പോ സാധ്യതകൾ നോക്കി എപ്പോഴെങ്കിലും ഈ ഒരു വർഷത്തിൽ പോകാൻ പറ്റുന്നു എന്നുള്ള രീതിയിൽ പോവുക. ഈ മാസം പറ്റുന്നവരാണെങ്കിൽ ശ്രമിക്കുക എന്നേ പറയാനുള്ളൂ. ആ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നു. പിന്നെ വിദ്യാഭ്യാസം പുനരാരംഭിക്കാനുള്ള ഒരു സാഹചര്യം ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ പഠിത്തം നിർത്തേണ്ടി വന്നിട്ടുള്ളവരാണെങ്കിൽ വീണ്ടും പഠിത്തം പുനരാരംഭിക്കുന്നുണ്ട്. ജീവിതം പുനഃസൃഷ്ടിക്കുന്നു എന്നുള്ളൊരു അവസരം തന്നെ കാണിക്കുന്നുണ്ട്. ജീവിതത്തിലെ പല കാര്യങ്ങളും ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും പുനഃസൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ജോലിയൊക്കെ നിർത്തിയിട്ടുള്ളവരാണെങ്കിൽ കുട്ടികളൊക്കെ ഒരു പ്രായമാകുമ്പോൾ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയും പുതിയ ജോലി ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. വിവാഹത്തോട് ജോലി നിർത്തിയവരാണെങ്കിലും ഒക്കെ വീണ്ടും ജോലിയിലേക്ക് കയറുകയും മറ്റും ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പല കാര്യങ്ങളിലും ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർക്ക് ജീവിതത്തിൽ മുന്നേറാനുള്ള അവസരം ഈ ഒരു മാസം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കാം. പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പല സാഹചര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വായനശാലയ്ക്ക് ഡൊണേറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ വായനയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഒത്തിരി പുസ്തകങ്ങൾ വായിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കാം, പക്ഷെ ഇപ്പോൾ പല പല കാരണങ്ങൾ കൊണ്ടിട്ട് അത് വേണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ ഒത്തിരി തിരക്കുകളോ പ്രാരബ്ധങ്ങളോ കൊണ്ടിട്ട് ചെയ്യാത്ത കാര്യമാണെങ്കിൽ പുസ്തകങ്ങളുമായിട്ട് കൂട്ടുകൂടുന്നുണ്ട് വീണ്ടും. അത് ചില ആളുകളെ സംബന്ധിച്ച് അത് ഒരു പുതിയ കോഴ്സിന് ചേരുന്നതും ആവാം. ജോലിയിലുള്ളവരാണെങ്കിൽ ജോലിയിലൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ ചെയ്യുന്ന എന്തെങ്കിലും കോഴ്സ് ചെയ്യുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹയർ പൊസിഷനിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ യാത്രകളുണ്ട്, വിദേശത്തേക്ക് പോകുന്നതിനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ വിദേശവാസയോഗം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസത്തിൽ വിദേശത്തേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് ഒരു സാഹചര്യം വരുന്നുണ്ട്. വിദേശത്തേക്ക് പോകാൻ പറ്റുന്നവരാണെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ശ്രമിക്കാവുന്ന ഒരു മാസമാണ്. അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകളൊക്കെ എടുക്കുക എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ചില ആളുകൾ വിവാഹത്തോടെ വിദേശത്തേക്ക് പോകുന്നതുമാവാം. വിവാഹം കഴിച്ച വ്യക്തിക്ക് ചിലപ്പോൾ വിദേശത്തായിരിക്കും ജോലി, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ വീണ്ടും വിദേശത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ആവാം. ഈ ഒരു മാസം ചെയ്യുന്ന ചില കാര്യങ്ങളുടെ റിസൾട്ട്, അതായത് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുന്നതിന്റെ നിങ്ങൾക്ക് അതിനുള്ള ഫലം ലഭിക്കുന്നത് ഒരു വർഷത്തിനു ശേഷം ഫലം ലഭിക്കുന്ന സാഹചര്യം ആവാം. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, ഷെയർ ട്രേഡിംഗ്, മാർക്കറ്റിംഗ്, അതേപോലെ എന്തെങ്കിലും ബന്ധപ്പെടുത്തിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാവാം.
എന്തെങ്കിലും ബിസിനസ് തുടങ്ങുന്നതായിരിക്കാം, ഒരു വർഷത്തിൽ നിങ്ങൾ വലിയൊരു പൊസിഷനിലേക്ക് എത്തുന്നതാവാം. എന്തായാലും ഈ ഒരു മാസം ചെയ്യുന്ന എന്തോ ഒരു കാര്യം അതിന്റെ ഫലം ഏകദേശം ഒരു വർഷത്തോടനുബന്ധിച്ച് വരുന്നതാവാം എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.